പ്രഭാത ഭക്ഷണം കഴിച്ച ശേഷമുള്ള നടത്തം അവസാനിക്കുന്നത് കിണറ്റിൻകരയിലാണ്. ബക്കറ്റും കപ്പിയുമായുള്ള മൽപ്പിടുത്തത്തിന് ശേഷം കോരിയെടുത്ത വെള്ളം പാത്രത്തിലേക്ക് മാറ്റും. ഇനിയുള്ള യാത്ര 2 കിലോമീറ്റർ അകലെയുള്ള ബിരിക്കുളത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക്. ബിരിക്കുളത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മുൻപന്തിയിൽ വർഷങ്ങളായി ഇദ്ദേഹത്തെ നമ്മൾക്ക് കാണാം. 14 വർഷമായി ഒരു സാധാരണക്കാരന്റെ വീട്ടിലെ കിണറ്റിലെ വെള്ളം ഈ നാട്ടുകാരുടെ ദാഹം അകറ്റാൻ തുടങ്ങിയിട്ട്. 2011 തുടങ്ങിയതാണ് ഈ ഒരു പ്രവർത്തനം. പിന്നെ ഇബ്രാഹിം കുട്ടി ഹാജി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു മുമ്പ്. അദ്ദേഹം ഇവിടെ വന്നപ്പോൾ ഒരു കുട്ടി തൊട്ടടുത്ത ഒരു പെട്ടിക്കടയിൽ പോയപ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടി ചോദിച്ച് കാത്തു നിൽക്കുന്ന ഒരവസ്ഥയുണ്ടായി. പക്ഷേ വെള്ളം കുടിക്കാൻ അത് ഹോട്ടലുകാർ കുറ്റം പറയാൻ കഴിയില്ല. അവിടെ തിരക്കില്ല സമയത്ത് ഈ കുട്ടീനെ ശ്രദ്ധിക്കാൻ കഴിയാതെ വന്നതാണ്. പക്ഷെ ഇത് ആ ഇബ്രാഹിം കുട്ടി ഹാജി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വേദന ഉണ്ടാക്കിയെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഈ കഥ ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഈ വെള്ളം കൊടുക്കാൻ സ്ഥിരമായി ഇങ്ങനെ ഒരു വെള്ളം സംവിധാനം ഏർപ്പെടുത്താൻ ഞങ്ങൾ തയ്യാറായി. അങ്ങനെ ആലോചിക്കാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞെന്നാൽ ഞാൻ എൻ്റെ ചിലവിലൊരു പാത്രം സ്റ്റീൽ ജാറ് വാങ്ങി നിങ്ങൾക്ക് എത്തിച്ചു തരാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ അദ്ദേഹം ഈ കണ്ട സ്റ്റീലിൻ്റെ ജാറ് ഞങ്ങൾക്ക് വാങ്ങിച്ച് ഇവിടെ എത്തിച്ചു തന്നു. അന്ന് തൊട്ട് തുടങ്ങിയ ഈ പ്രവർത്തനം ഇന്നും ഇങ്ങനെ തുടർന്ന് പോകുന്നുണ്ട്. കഠിനമായ ചൂടിൽ യാത്രക്കാർക്കും വ്യാപാരികൾക്കും ഏറെ ആശ്വാസമാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലെ കുടിവെള്ള വിതരണം. പലപ്പോഴും ഇതുപോലെ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ദാഹിച്ച് വരുമ്പോൾ വെള്ളം കിട്ടാത്തൊരവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ജനാർദ്ദൻ ചെയ്തത് ഒരു സേവനം മാത്രമല്ല, ഒരു ത്യാഗം കൂടിയാണ്. എല്ലാ ദിവസവും രാവിലെ നമ്മൾ രാവിലെ കണ്ടു വെള്ളം കൊണ്ടുവന്ന് ഇവിടെ ഒഴിച്ചു. അതുപോലെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയി കഴിഞ്ഞാലും ഒരു വെള്ളം ഇവിടെ കൊണ്ടൊഴിക്കും. പല ആളുകൾക്കും തീർച്ചയായും വളരെ ഉപകാരപ്പെടുന്ന ഒരു സേവനം തന്നെയാണ്. കുപ്പിവെള്ളത്തിന് പോലും കൊള്ളവില വാങ്ങുന്ന ഈ കാലത്ത് ജനാർദ്ദനൻ ചേട്ടനെ പോലുള്ള ചിലർ ഈ നാടിന് മുഴുവൻ മാതൃകയാണ്. കാസർഗോഡ് ബിരിക്കുളത്ത് നിന്നും സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്. തീർച്ചയായിട്ടും ജനാർദ്ദനൻ ചേട്ടൻ ഒരു വലിയ മാതൃക തന്നെയാണ് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിന്. ഇപ്പോഴും ഇങ്ങനെയുള്ള മനുഷ്യരുണ്ടല്ലോ എന്നുള്ളത് ആശ്വാസമാണ്. നമുക്കൊപ്പം സാരംഗ് ചേരുന്നുണ്ട്. സാരംഗ്, ആ പൊരി വെയിലത്ത് ആളുകൾക്ക് ആശ്വാസമായി എന്നും ജനാർദ്ദനൻ ചേട്ടൻ ആ വെള്ളം കൊണ്ട് വെക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള മനുഷ്യർ തന്നെയാണ് മുന്നോട്ട് പോകാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്, അല്ലേ? ഇപ്പോൾ ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ടല്ലോ, പ്രത്യേകിച്ച് വേനൽ അവധിക്കാലത്തൊക്കെ തന്നെ പുറത്തേക്ക് സഞ്ചരിക്കുന്ന ആളുകളൊക്കെ തന്നെ കുപ്പിവെള്ളം മാത്രം മേടിച്ച് കുടിക്കുന്ന ഒരു അവസ്ഥയുള്ള അത്തരത്തിലൊരു സാഹചര്യമുള്ള നമ്മുടെ നാട്ടിലാണ് ബിരിക്കുളം പോലത്തെ ഒരു ഗ്രാമീണ തനിമ നിറഞ്ഞു നിൽക്കുന്ന പ്രദേശത്ത് ജനാർദ്ദനേട്ടനെ പോലുള്ള ആളുകൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഒട്ടുമിക്ക ആളുകൾക്കും ഒരു അത്ഭുതമായിട്ട് തോന്നുന്നുണ്ടാവും. 14 വർഷം മുൻപേ ഇതുപോലെ ജനാർദ്ദനേട്ടൻ കണ്ട കണ്ണ് നിറയിക്കുന്ന ഒരു കാഴ്ച, ഒരു ഹർത്താൽ ദിവസം അവിടെ എത്തിയ കുട്ടി അല്പം വെള്ളത്തിനായിട്ട് അത്രയും കാത്തു കെട്ടിക്കിടന്ന് അത്രയും അലഞ്ഞു നടക്കേണ്ട ഒരു അവസ്ഥ കണ്ട സമയത്ത് ഒരു സഹായമനസ്കനായ ഒരു വ്യക്തിയും അതുപോലെ തന്നെ ജനാർദ്ദനനും ചേർന്ന് എടുത്ത തീരുമാനമായിരുന്നു ഇനി അവിടെ വരുന്ന ആരും കുടിവെള്ളത്തിനായിട്ട് ഇതുപോലെ അലഞ്ഞു നടക്കരുത് എന്നുള്ളൊരു തീരുമാനം. അതിന്റെ ഭാഗമായിട്ടാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ 14 വർഷം മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 2011 അവിടെ ഒരു ടെംബ്ലർ സ്ഥാപിച്ചുകൊണ്ട് അതിൽ ശുദ്ധമായിട്ടുള്ള ജലം ശേഖരിച്ചു വെക്കുന്ന ഒരു അവസ്ഥയുണ്ടായത്. അതുമാത്രമല്ല, ജനാർദ്ദനേട്ടൻ അതിൽ കാണിക്കുന്ന ഒരു ആത്മാർത്ഥതയുടെ ഒരു കണിക കൂടിയുണ്ട്. സാധാരണ പലയിടങ്ങളിൽ നമ്മൾ ഇത്തരത്തിൽ ശുദ്ധജലം കാണാറുണ്ട്. ഒരുപക്ഷെ ഒക്കെ തന്നെ പ്ലാസ്റ്റിക് പാത്രങ്ങളിലൊക്കെ തന്നെ സൂക്ഷിക്കുന്ന സമയത്ത് വേനൽക്കാലമാകുമ്പോൾ വെയിലും ചൂടും അടിച്ച് അത് ഒരുപക്ഷെ മലിനീകരിക്കപ്പെട്ടേക്കാമെന്നുള്ള സാഹചര്യമൊക്കെ തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ വെള്ളം എവിടെ നിന്നാണ് എടുക്കുന്നത് എന്നുള്ള സംശയമൊക്കെ ഒരുപക്ഷെ നമ്മൾക്കുണ്ടാവും. പക്ഷേ ജനാർദ്ദനേട്ടൻ സ്വന്തം വീട്ടിൽ അവരുടെ ഉപയോഗത്തിനായി എടുക്കുന്ന, അവർ എത്രത്തോളം ധൈര്യത്തിലെടുത്ത് കുടിക്കുന്ന അത്രയും ശുദ്ധമായ സംശുദ്ധമായിട്ടുള്ള ആ വെള്ളം ആ പാത്രത്തിലേക്ക് ഒഴിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും തെളിനീര് പോലെയുള്ള വെള്ളം. അപ്പോൾ ആ ജനാർദ്ദനൻ ചേട്ടൻ 2011 തൊട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അത് ഇന്നും മുടങ്ങാതെ ചെയ്യുന്നത്. ആ മനുഷ്യന്റെ ആത്മാർത്ഥതയും നിശ്ചയദാർഢ്യവും ഒക്കെ തന്നെ അതിലുണ്ട്. ഇങ്ങനെയുള്ള മനുഷ്യർ ഇനിയും മുന്നോട്ട് വരട്ടെ.